വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ ഒരു ഓവർസിയർ ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് അറിയുന്ന ഒരു മെറ്റീരിയലാണ് നിമി എന്ന് പറയുന്നത്. എന്താണ് ഈ നിമി മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഓവർസിയർ ലെവൽ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അധിക ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതായിരിക്കും. പിന്നെ ഒരു കുറച്ച് പോർഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള, അതായത് നമുക്ക് പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നമുക്കൊരു ഓവർസിയർ ലെവൽ എക്സാമിനിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ നിന്നും കുറച്ച് പുതിയ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പോൾ ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻസ് ഏത് മെറ്റീരിയലിനെ റെഫർ ചെയ്തിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധിക ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് നിമി ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. അതായത് നിമി പുസ്തകത്തിലുള്ള ഓരോ ലൈൻ അതുപോലെ തന്നെ, അല്ലെങ്കിൽ ടേബിളിലുള്ള അതേ വാല്യൂസ് തന്നെ നമുക്കൊരു ഓവർസിയർ ലെവൽ എക്സാമിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു നിമി എന്താണെന്നറിയാം. നമുക്കറിയാം, ഒരു ITI കോഴ്സ് ചെയ്യുന്നവർക്ക് അവരുടെ റെഫറൻസ് മെറ്റീരിയലാണ് നിമി എന്ന് പറയുന്നത്. നമ്മൾ എവിടെ നിന്നാണ് ഈ ഒരു നിമി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്? അതായത് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് bharatskill.gov.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിമി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു നിമി മെറ്റീരിയൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ITI ഫീൽഡ് കഴിഞ്ഞവർക്കാണെങ്കിൽ, ആ ഓവർസിയർ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ 2 കോഴ്സസിലാണ് നമുക്ക് ആ ഒരു ITI കോഴ്സ് വരുന്നത്. ഫസ്റ്റ് കോഴ്സ് വരുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. രണ്ടാമത്തെ കോഴ്സാണ് സർവേയർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സിവിൽ എക്സാം ആണ് നോക്കുന്നത്, സിവിൽ ഓവർസിയർ ലെവൽ എക്സാം ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു 2 കോഴ്സ് ഏതൊക്കെയാണ്? ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സും അതേപോലെ തന്നെ സർവേയർ കോഴ്സും ആണ് നമുക്കൊരു ITIയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 2 കോഴ്സിനും കൂടി 4 സെമസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ആ ഒരു ബുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു 4 സെമസ്റ്റേഴ്സിൻ്റെ ബുക്ക് ആ ഒരു മെറ്റീരിയൽ വൈസും ആ ഒരു തിയറി വൈസും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനുകളും ഒരു നിമി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു നിമി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ എക്സാമിനുള്ള ആ ഒരു സ്കോർ കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് കുറച്ചുകൂടി റാങ്കിൽ മുന്നോട്ടേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പം നമുക്കറിയാം, ഒരു ഓവർസിയർ ലെവൽ എക്സാമിന് പഠിക്കുന്നവർ എന്തായാലും നിമി മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകുക, നിമി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാകും. അതിൽ നോക്കിയിട്ടാണ് നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ടേബിളും കാര്യങ്ങളും തിയറിയും ഒക്കെ നമ്മൾ അതിൻ്റെ ബേസ് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 4 സെമസ്റ്റേഴ്സോളം പഠിക്കാനുണ്ട്. ആ ഒരു 4 സെമസ്റ്ററിലായിട്ട് നമ്മളൊരു ഓവർസിയർ ലെവൽ എക്സാമിന് വരുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസും സർവേയും ഓട്ടോകാഡും അതേപോലെ തന്നെ ബിൽഡിംഗ് ബൈലോസ്, അങ്ങനെ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ സെമസ്റ്റേഴ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ്. ആ ഒരു സബ്ജക്റ്റ് ഓർഡർ ഒന്നും കറക്റ്റ് ഫോമാറ്റിലല്ല കൊടുത്തിട്ടുള്ളത്. ചില സമയത്ത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫസ്റ്റ് സെമസ്റ്ററിൽ കൊടുത്തിട്ടുണ്ടാകും, പിന്നെ അതൊരു 3rd സെമസ്റ്ററിലൊക്കെയാണ് മാറി കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് എന്താണ്, ആ ഒരു മെറ്റീരിയൽ നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഒരു കറക്റ്റ് പാറ്റേൺ ആയിട്ട് ആ ഒരു കറക്റ്റ് സബ്ജക്റ്റ് വൈസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് എക്സാംസിന് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനും പറ്റുള്ളൂ, നമുക്ക് പഠിക്കാനും അതാണ് സുഖം. അപ്പം നിങ്ങൾക്കറിയാം, അതൊരു കറക്റ്റ് ഓർഡറിൽ അല്ലെങ്കിൽ കറക്റ്റ് ഫോർമാറ്റിൽ പഠിച്ചാൽ മാത്രമേ നമ്മളെ എന്താ പറയുക മെമ്മറിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഓർഡറിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പുതിയ ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നിമി ബാച്ച് ലൈവ് ബാച്ചാണ്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ഈ ഒരു ലൈവ് ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ സബ്ജക്റ്റ് ടെസ്റ്റും മോക്ക് ടെസ്റ്റും കൊടുക്കുന്നതാണ്. ഈ ഒരു സബ്ജക്റ്റ് ടെസ്റ്റും മോക്ക് ടെസ്റ്റും അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സസും കംപ്ലീറ്റ്ലി നിമി ബേസ്ഡ് ആണ്. കംപ്ലീറ്റ്ലി നിമി ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും, അതേപോലെ തന്നെ ക്ലാസ്സസ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം, ക്ലാസ്സസ് ഡെയിലി 1 to 2 hour സെക്ഷൻ ആയിരിക്കും ക്ലാസ്സസ് വരുന്നത്. ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 15, 2026 ജൂലൈ 15 നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ക്ലാസ്സിൻ്റെ കോഴ്സ് ഫീസ് വരുന്നത്
വെറും 1999 രൂപയാണ്. ആ ഒരു കോഴ്സിന്റെ ഫീസിന്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു വാലിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു 1999 രൂപയ്ക്ക് നമുക്ക് 1 ഇയർ വാലിഡിറ്റിയോട് കൂടിയാണ് ഈ ഒരു കോഴ്സ് കിട്ടുന്നത്. അപ്പം നമുക്ക് ആ ഒരു കോഴ്സ് അങ്ങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നിമി എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സാംസിന് വേഗം തന്നെ നമ്മൾ ആ ഒരു നിങ്ങൾക്ക് തന്നെ അറിയാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ സ്പീഡായിട്ട് നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റാം. അപ്പം നമുക്ക് ആ ഒരു കംപ്ലീറ്റ് സിലബസും അവിടെയുള്ള ക്വസ്റ്റ്യനും ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നിമി മെറ്റീരിയൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാവുന്നുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്കിനി ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്